ഇപ്രാവശ്യത്തെ ഈ ദിനം സർക്കാർ തന്നെ ഏറ്റെടുത്ത് വലിയ പ്രചാരണത്തോടുകൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം. മതനിരപേക്ഷ ഉള്ളടക്കത്തെയും അതിൻ്റെ ഭരണഘടനയെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇതോടൊപ്പം പുതിയ പ്രവണത കേരളത്തിൽ ശക്തിയായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ വർഗീയതയെയും എതിർത്തുകൊണ്ടല്ലാതെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. മതനിരപേക്ഷത സംരക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണം. എല്ലാ മതരാഷ്ട്രവാദികളെയും എതിർക്കുകയും തുറന്നു കാണിക്കുകയും വേണം. ഇത്തരമൊരു നിലപാടിലൂടെ മാത്രമേ വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരം പോരാട്ടം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് സമീപകാല ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയതയാണ് വളരുന്ന ഫാസിസത്തിലേക്കുള്ള ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിലെ പുത്തൻ ഫാസിസത്തിലേക്കുള്ള യാത്ര എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ടുള്ള അപകടവും അതുതന്നെയാണ്. എന്നാൽ അവയെ പ്രതിരോധിക്കാനെന്ന പേരിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതുൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയ ശക്തികൾ മതരാഷ്ട്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ, ആശയപ്രചരണങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം ഹിന്ദുത്വ വർഗീയ ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംഘപരിവാറിന്റെ മതരാഷ്ട്രവാദത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയവാദികൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രവാദത്തെയും പ്രതിരോധിക്കുക എന്നതും പ്രധാനമായ കാര്യമാണ്. കേരളത്തിലെ UDF, ലീഗും കോൺഗ്രസും അധികാര താൽപര്യവുമായി ഇപ്പോഴും മുന്നോട്ടേക്ക് വരികയാണ്. UDF ദുർബലമാണെന്നും ആ UDF-നെ അടിസ്ഥാനപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനാവില്ലെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ലീഗും കോൺഗ്രസും ഏറ്റവും ശക്തമത്തായ രീതിയിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമുമായി തുറന്ന സഖ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കുകയല്ല, മതരാഷ്ട്രവാദികളുമായുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും അത് ഉൾക്കൊള്ളുന്ന UDF-ന്റെയും നിലപാടുകൾ അവർ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖേന വിശദീകരിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് ലീഗും കോൺഗ്രസും അത് ഉൾക്കൊള്ളുന്ന UDF-ഉം ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. മൗദൂദിയൻ ആശയങ്ങളിൽ നിന്നവർ പിറകോട്ട് പോകുന്നു എന്ന പ്രചരണങ്ങളും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, മുമ്പ് തന്നെ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ഈ കാര്യം വിശദീകരിച്ചതാണ്. അവർ പിന്നോട്ടേക്ക് പോവുകയാണെന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള UDF ഉയർത്തുന്ന കള്ളപ്രചരണങ്ങൾ, ലീഗും കോൺഗ്രസും ഉയർത്തുന്ന കള്ളപ്രചരണങ്ങളെല്ലാം തുറന്നു കാണിക്കാൻ സാധിക്കുന്ന രീതിയിൽ മതരാഷ്ട്രവാദ ആശയം മുന്നോട്ടേക്ക് വെച്ച് സെയ്ദ് മൗദൂദിയുടെയും ബ്രദർഹുഡിന്റെ നേതാവായ ഷെയ്ഖ് ഗർദാവിന്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിവിധ മുഖങ്ങളിലുള്ള പേരുകളുള്ള സംഘടനകൾ ഓരോന്നും ഈ മതരാഷ്ട്രവാദ ആശയങ്ങൾ സെയ്ദ് മൗദൂദിയുടെയും ഷെയ്ഖ് ഗർദാവിന്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ക്യാമ്പയിൻ ഇന്ന് ഒക്ടോബർ 3 ആരംഭിച്ചിരിക്കുകയാണ്. ഇവരുടെ രാഷ്ട്രീയ ചിന്ത, ഇസ്ലാം രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് അവ ഉയർത്തുന്ന രാഷ്ട്രീയ ചിന്തകളും വികാസവും എന്ന വിഷയം അടിസ്ഥാനപ്പെടുത്തി ചർച്ചയാണ് ഇന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു പത്രം വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം ഇന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇസ്ലാമിക രാഷ്ട്രവാദത്തെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് ഒരാശയമായി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനത്തെ നല്ലതുപോലെ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം. സോളിഡാരിറ്റിയുടെ നേതാക്കൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.